ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ്. കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡൻറ്റ് ഗ്രേഡ് 2വിൻ്റെ എക്സാം വരാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം, PSCയുടെ ജനുവരിയിലെ കലണ്ടറിൽ 8/1/2021 എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതായത് ഇനി ഏകദേശം ഒരു 1.5 മാസത്തോളം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ എക്സാം വരികയാണ്. ഇനി വീഡിയോസ് ചെയ്യുന്നത് എന്താണ്, ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോയുടെ സീരീസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. PWD 3rd ഗ്രേഡിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നൊരു ദിവസമാണ് ഇന്ന്. ഏകദേശം 1500ഓളം ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പ്രൊവിഷണൽ ലിസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പലർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് കിട്ടിയിട്ടുണ്ടാവും, മെയിൻ ലിസ്റ്റിൽ പെട്ടവരുണ്ടാവും, സപ്ലിമെൻ്ററിയിൽ വന്നിട്ടുള്ളവരുണ്ടാവും. അത്യാവശ്യം നല്ല മാർക്ക് നേടിയിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയതിൻ്റെ വിഷമമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ITI ലെവലിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഗ്രേഡിലുള്ള ആളുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ജനുവരി 8-ാം തീയതി വരാൻ പോകുന്നത്. കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3ൻ്റെ എക്സാമാണത്. അപ്പോൾ അന്ന് വേറെ ചില എക്സാമുകളും കൂടി നടക്കുന്നുണ്ട് അതേ ദിവസം തന്നെ. പക്ഷെ അത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിക്കാർക്ക് വേണ്ടിയിട്ടാണ് അന്ന് വേറെ ചില എക്സാമുകൾ നടക്കുന്നത്. അതിൻ്റെ കൂടെ ജനറൽ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, KLDCയുടെ ഓവർസിയർ ഗ്രേഡ് 3യുടെ എക്സാമും നടക്കുന്നുണ്ട്. ഈ എക്സാമിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ എക്സാമിൽ നമുക്കിപ്പോൾ അതിൽ 44 വേക്കൻസികളാണ് PSCയുടെ നോട്ടിഫിക്കേഷൻ വഴി നമുക്കറിയാവുന്നത്. 44 വേക്കൻസിയാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷെ നമുക്കറിയാം, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അതിൽ അഡ്വൈസ് തുടങ്ങുമ്പോഴേക്കും ഈ വേക്കൻസിയുടെ എണ്ണം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യും. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുൻപത്തെ ലിസ്റ്റ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3ലോട്ടുള്ള ലിസ്റ്റ് 2018 കഴിഞ്ഞത്. 2018 കഴിഞ്ഞതിന് ശേഷം ഈ 2 വർഷത്തോളം 44 വേക്കൻസിയാണ് PSCക്ക് ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വേക്കൻസി ഇൻക്രീസ് ചെയ്യും. അത് പറയാനുള്ള കാരണം, 2016 മുൻപ് KLDCയുടെ ഓവർസിയർ ഗ്രേഡ് 3ലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്ന് വെറും 9 വേക്കൻസി മാത്രമായിരുന്നു PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് അഡ്വൈസ് ചെയ്തത് 181 പേർക്കാണ്. അതായത് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഓപ്പൺ ടേണിൽ 145ഓളം അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്. 181 പേർക്കാണ് ടോട്ടലായിട്ട് അഡ്വൈസ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓവർസിയർ ഗ്രേഡ് 3യുടെ പേ സ്കെയിൽ തന്നെയാണ്, സെയിം സ്കെയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു ജോയിൻ ബട്ടൺ കാണാം. ആ ജോയിൻ ബട്ടണിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വീഡിയോ ഇതിനിടാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ വീഡിയോസ് കിട്ടാൻ വേണ്ടി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ ഉള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. ജോയിൻ ബട്ടണിലൂടെ നിങ്ങൾക്ക് KLDCയുടെ ഇനി വരാൻ പോകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇനിയും എക്സാമുകൾ വരാൻ പോകുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷനുകൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്.